നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ കൊക്കനട്ട് ക്യാപ്പിനെല്ലാം വൈറ്റ് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. ഇത് ഓരോന്നിലും വൈറ്റ് കളർ പെയിന്റ് മുഴുവനായും കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഓരോന്നിലും പല കളർ പെയിന്റ് ആണ് കൊടുത്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ പല കളർ പെയിന്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ നടുക്കായിട്ട് യെല്ലോ കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇനി നമ്മൾ ബ്രഷിന്റെ ബാക്ക് വശം വെച്ച് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാ പൂക്കളുടെ നടുക്കും നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കണം. ഇത് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. വീണ്ടും നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വരച്ചെടുത്തതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സ്കെയിൽ വെച്ച് വരച്ചെടുത്തിട്ടുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആദ്യം ഇത് രണ്ടെണ്ണം ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ അതിന്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തത് ഇതുപോലെ നമുക്ക് ബോക്സിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ അത് ബോക്സിലേക്ക് വെച്ചു കൊടുക്കാനുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിന്റെ മുകളിലായിട്ട് ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗത്തെല്ലാം ബ്ലാക്ക് കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ലേസും കൂടെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തു. ഈ ഒരു കുഞ്ഞു ബോയും നമ്മൾ ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് ഒരു സ്റ്റോണും ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പൂക്കളും നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കണം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. പൂക്കളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. ഓരോ ഇലകളും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൂക്കളുടെ ഇടയിലൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഇലകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.